ഹലോ എവ്രി വൺ, വെൽക്കം ടു സൺഡേസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. പട്ടുപാവാട കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബ്ലൗസ്. പട്ടുപാവാട ഓൾറെഡി നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഒരു പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. ഇത് 32 സൈസിലുള്ള ബ്ലൗസാണ്. അപ്പം അതിൻ്റെ ഷോൾഡർ വന്നിട്ട് 7.5 ആണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അത്രയും തന്നെയായിരിക്കും നമ്മുടെ ആം ഹോളും വരിക. അപ്പോൾ ആം ഹോളും 7.5 മാർക്ക് ചെയ്തു. പിന്നെ നെക്ക് ബോട്ട് നെക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് 4 ഇഞ്ച് വിഡ്ത്തും ഡെപ്ത്ത് വന്നിട്ട് 3.5 ഇഞ്ചുമാണ്. അത് നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് അതിൻ്റെ ഷേപ്പ് അതിനകത്ത് കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മൾ നെക്ക് അതിൽ ഡ്രോ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ സ്ലാൻഡിങ് ഒരു 1 സെൻറ്റിമീറ്റർ ഒന്ന് ഒരു ചെറിയൊരു സ്ലോപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. പിന്നീട് നമുക്കതിൻ്റെ ഇത് ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് കുറച്ച് മതി. 16 ഇഞ്ചാണ്. 16 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 16 ഇഞ്ച് ആണ് ലെങ്ത്ത് ഇതിനെടുക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ, കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്കതിൻ്റെ ആം ഹോള് ചെയ്യാനായിട്ട് അതൊന്ന് ഒരു ബോക്സ് അവിടെയും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ പോലെ അവിടെ ഒന്ന് ഡ്രോ ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമുക്കതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 32 സൈസ് ആയതുകൊണ്ട് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. പിന്നെ 3 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നമുക്കത് അത്ര വേണം, 3 ഇഞ്ച് വേണം. പിന്നെ ആം ഹോൾ മാർക്ക് ചെയ്യാം. അതിനായിട്ട് 1 ഇഞ്ച് അകത്തേക്കൊന്ന് പോയിൻ്റ് ചെയ്ത് വെച്ച് ഇതേപോലെ കർവ് ചെയ്ത് ഒന്ന് അകത്തേക്ക്, ഫ്രണ്ട് സ്ലീവ് ആണല്ലോ, ആം ഹോൾ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അകത്തേക്കും കൂടെ കൂട്ടി ഇതേപോലെ ഒന്ന് ആം ഹോൾ ചെയ്യാം. പിന്നെ നമ്മുടെ ഹെം വിഡ്ത്ത് വരുന്നത് 7.5 ആണ്. നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ പാർട്ട് അവിടെയും 3 ഇഞ്ച് 7.5 മാർക്ക് ചെയ്തു. പിന്നെ 3 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് നമുക്ക് ഈ മാർക്കിംഗ് തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് ബസ് പോയിൻറ്റ് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ലെങ്ത്ത് വരുന്നത് 10.5ലും 3.5 വിഡ്ത്തിലും ഉള്ള ആ ഒരു കറക്റ്റ് ആ ഒരു പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ആം ഹോളിൽ നിന്ന് താഴോട്ട് 4 ഇഞ്ചിലും ഒരു മാർക്കിംഗ് കൊടുക്കാം. പിന്നെ താഴെ ഹെമ്മിൽ 5 ഇഞ്ചിൽ അകത്തേക്ക് മാർക്ക് ചെയ്ത് വെച്ച് ആ അകത്തുനിന്ന് പുറത്തോട്ട് 2 ഇഞ്ചിലും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിൻറ്റും മേളത്തെ ബസ് പോയിൻറ്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. പിന്നെ എന്നിട്ട് ആ ലൈനിൽ നിന്ന് നമുക്ക് മേളിലെ ആം ഹോളിൽ നമ്മൾ മാർക്ക് ചെയ്ത 4 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് ഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ടായി. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളതിൻ്റെ ബേസിക് പാറ്റേൺ കട്ട് ചെയ്ത് നമുക്ക് ആ പ്രിൻസസ് കട്ടും ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നടുക്കുള്ള ആ ഒരു ട്രയാങ്കിൾ പാർട്ട് നമുക്ക് ആവശ്യമില്ല, നമുക്ക് കളയാം. അതിനുശേഷം പിന്നെ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് കിട്ടുക. ഇങ്ങനെയായിട്ട് സെൻറ്റർ പാർട്ടും പിന്നെ 2 സൈഡിലേക്കുള്ള ഇതേപോലെ 3 പാർട്ടുണ്ടാവും. ഇത് നമുക്കിനി മെയിൻ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്യാം. ബാക്ക് സൈഡും മെഷർമെൻറ്റ്സ് എല്ലാം സെയിം തന്നെയാണ്, ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ് ഷോൾഡറും നെക്കും ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഒരു ഡിഫറൻസ് വരുന്നത് നടുക്ക് പ്രിൻസസ് കട്ട് വരില്ല, അതിന് പകരം നമുക്കൊരു ഡാട്ടേ അവിടെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഫ്രണ്ടിലത്തെ പാറ്റേൺ വെച്ചിട്ട് ഇതിലോട്ട് വരച്ചെടുത്താലും മതി. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ നമുക്ക് 2 ഇഞ്ചിൻ്റെ സീം അലവൻസ് ആവശ്യമുള്ളൂ. അതേപോലെ ആം ഹോൾ ആണെങ്കിലും 1 ഇഞ്ച് അകത്തേക്ക് ഇട്ടേച്ച് ഫ്രണ്ടിൽ ചെയ്ത പോലെ അത്ര വലിയ ഷേപ്പിൻ്റെ ആവശ്യമില്ല, നടുക്കൂടി മാത്രം ഒന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്താൽ മതി. താഴെയും എല്ലാം ഹെംലൈനും ഒക്കെ സെയിം തന്നെ. സീം അലവൻസ് 3 ഇഞ്ച് വേണ്ട, 2 ഇഞ്ച് മാത്രം മതി. നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ നെക്ക് വന്നിട്ട്, നെക്കാണെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ ഡെപ്ത്ത് 3.5 ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ 3 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. 3.5 കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ 3 ഇഞ്ചേ ഞാൻ കൊടുക്കുന്നുള്ളൂ. താഴോട്ട് ഞാൻ വേറൊരു നെക്ക് ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് 3 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിവിടെ ഒരു ഡാട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 3.5 ഇഞ്ച് അകത്തേക്കൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് 4.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ട്രയാങ്കിൾ, ഒരു ചെറിയൊരു 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്ന പോലത്തെ ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഡാട്ട്, ബാക്കിലത്തെ ഡാട്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ബാക്കിൽ പാറ്റേൺ. അപ്പോൾ നമുക്കതോട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ബാക്ക് സൈഡും മെയിൻ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. അത് ഞാൻ നെക്ക് ഫേസിങ് പോലെ ലൈനിങ് വെച്ച് ഫേസിങ് ഇട്ട് തിരിച്ച് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗം ജോയിൻ ചെയ്യും. ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ആ സൈഡിലെ 2 തമ്മിലിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. ഇതേപോലെ ആ ഒരു ലൈനിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും.
ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾക്ക് അതും ഇതേപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് നെക്ക് ജോയിൻ ചെയ്ത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നമ്മുടെ ഡാർട്ട് നമ്മൾ ആ പാറ്റേണിൽ വരച്ച ഡാർട്ട് ഇതിലോട്ട് ഡ്രോ ചെയ്ത് വെച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിപ്പോൾ ഈ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കതിൻ്റെ നെക്ക്, ഞാൻ അതിൻ്റെ ബാക്ക് നെക്ക് കുറച്ച് ബാക്കിലൊരു ഓപ്പണിങ്ങും കൊടുക്കുന്നുണ്ട്, പിന്നെ താഴോട്ട് ചെറിയൊരു കേർവിങ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഡ്രോ ചെയ്യുവാണ്. ഇങ്ങനെ ഒന്ന് ഡ്രോ ചെയ്തേച്ച് അതിലേ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ താഴോട്ട് നമുക്ക് ബാക്ക് ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടും ഒന്ന് ഡ്രോ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിൽ ഇതേപോലെ അവിടെ ചെറിയ ചെറിയ കട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അതിനെ തിരിച്ചിടാം. തിരിച്ചിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രസ്സായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ നമുക്കിതിൻ്റെ മേളിൽ ആ ഭാഗത്തൊരു ഹുക്ക് കൊടുക്കാം. പിന്നെ താഴോട്ടും ബാക്ക് ഓപ്പണിങ്ങിൻ്റെ ഒരു 4 ഹുക്കോളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ബാക്ക്. ഇനിയിപ്പം നമുക്കിത് ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യണം. ഇപ്പം നമ്മൾ ഫ്രണ്ടും പ്രിൻസസ് കട്ടെല്ലാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കിട്ടും നമുക്കത്. ഇനിയിപ്പോൾ നമുക്കത് ബാക്കും ഫ്രണ്ടും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഇവിടെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്, ഇത് എൽബോ സ്ലീവാണ്, അത് 13 ഇഞ്ചാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. പിന്നെ അത് ആദ്യം ബേസിക് സ്ലീവ് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. മാർക്കിംഗ് എല്ലാം ഞാൻ ഇതിലിങ്ങനെ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബേസിക് സ്ലീവ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ ബേസിക് സ്ലീവിൻ്റെ അംഹോൾ, ഇതിന് 7.5 ആയിരുന്നു വേണ്ടത്. അതിൽ 3 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ ഇടുകയാണ് നമുക്ക് പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പഫ് സ്ലീവാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ച് നമുക്കതും താഴെ ഒരു 2 ഇഞ്ച് ഇട്ടാൽ മതി. സീം അലവൻസിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് ഓർ 2 ഇഞ്ച് ഇട്ടാൽ മതി. നമുക്കത് ഒന്ന് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ലീവിൻ്റെ നടുക്കൂടി ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടേച്ച് അതിനെ ഒന്ന് വലിച്ച്, അതിലൊരു നൂലിനെ പിടിച്ചൊന്ന് വലിച്ച് നമ്മൾ ഗാദേഴ്സ് ഇടുമല്ലോ, അതേപോലെ നമുക്കതിൻ്റെ നടുക്കേക്ക് പഫ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഗാദേഴ്സ് ആക്കി കൊടുക്കാം. ഇതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കതിനെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടി അതിലോട്ട് കൊടുത്ത് അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് നമുക്കത് ബോഡീസുമായിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ആംഹോളുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് അതിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് സീംസ് ജോയിൻ ചെയ്യണം. സൈഡ് സീം ഇതേപോലെ ഒരു സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് ഒന്നെങ്കിൽ അത് മടക്കി അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫേസിങ് ഇട്ട് അതിനെ തിരിച്ചിട്ടിട്ട് അടിക്കാം. ഇതിലിപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2 ഇഞ്ച് വിഡ്ത്തിലൊരു ക്ലോത്ത് എടുത്തേച്ച്, ലൈനിങ് എടുത്തേച്ച് അത് ഇതേപോലെ ആദ്യം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ ഇങ്ങനെ മടക്കി അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഹെമ്മ് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പട്ടുപാവാടയുടെ ഒക്കെ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.